തിയോഫിൻ പ്രിയ സഖാവിന് വിട പറയുകയാണ് രാഷ്ട്രീയ കേരളം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെയും ഒരു അല്പസമയം പൊതുദർശനമുണ്ടല്ലേ? മനു, തീർച്ചയായും 7:45 വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 7:45 മുതൽ 8:15 വരെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരു സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പൊതുദർശനം ഉൾപ്പെടെ പ്രധാനമായും ബന്ധുക്കൾക്ക് കൂടി അദ്ദേഹത്തെ ഒരു അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്ര പറയുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം. പക്ഷേ അതിനേക്കാൾ അധികം സമയം പാർട്ടി പ്രവർത്തകർക്കും നാട്ടുകാർക്കും വേണ്ടി പൊതുദർശനത്തിനുള്ളൊരു സമയമാണ് കൂടുതൽ എടുക്കുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും അതോടൊപ്പം തന്നെ ഈ എറണാകുളം ജില്ലയിലെ തൊഴിലാളികളെ ഒരുമിപ്പിക്കുന്നതിൽ, എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികളെ ഒറ്റക്കെട്ടായി ഒരുമിപ്പിക്കുന്നത്, ഒരു സംഘടനാ സംവിധാനത്തിൽ അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തെ ആ നിലയ്ക്കൊരു നേതാവായാണ് എല്ലാവരും കണ്ടിരുന്നത്. എന്തൊരാവശ്യത്തിനും ഏതൊരു തൊഴിലാളികളും തങ്ങളുടെ രാഷ്ട്രീയം ഏതെന്നല്ല, അതിനപ്പുറം ഏതാവശ്യത്തിനും തൊഴിലാളികളുടെ എന്ത് കാര്യങ്ങൾക്കും അവർ ഉപദേശം തേടാൻ ഉൾപ്പെടെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എം ലോറൻസ്. ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് പഴയ കാലത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഈ നമ്മൾ പറയാറുള്ളത്, തൊട്ടിപ്പണി എന്ന വാക്കിൽ പറയാറുള്ളതാണ് ശുചീകരണ തൊഴിലാളികൾ. അന്നത്തെ കാലത്ത് അങ്ങനെ തൊട്ടിപ്പണി എന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ മാലിന്യം പേറി നടന്നിരുന്ന തൊഴിലാളികളെ പലരും അവഗണിച്ചിരുന്ന ഒരു കാലത്ത് അവർക്ക് വേണ്ടി ശക്തനായി പോരാടി, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന, ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് ഒരു യൂണിയൻ ഉണ്ടാക്കുന്നു. അങ്ങനെ അവരെ ഒരുമിപ്പിക്കാൻ, സംഘടിപ്പിക്കാനായിട്ട്, അതാണ് നമുക്ക് കൃത്യമായി പറയാവുന്ന വാക്ക്, തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിന്ന വ്യക്തി കൂടിയാണ്, നേതാവ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം നേതാവായത്. ഒരു നേതൃനിരയിലേക്ക് ഉയർന്നു വന്നു. ഈ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി വാദിച്ച്, അവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് മറ്റ് കാര്യങ്ങളൊന്നും തടസ്സമായിരുന്നില്ല. പാർട്ടി ഇനി ഒരു പക്ഷേ പലതവണ പാർട്ടി പോലും തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയ സമയങ്ങളുണ്ടായിട്ട് അന്നും ഒരു പക്ഷേ തനിക്ക്, അല്ലെങ്കിൽ താൻ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ തൊഴിലാളികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി പാർട്ടിക്കുള്ളിലാകട്ടെ പുറത്താകട്ടെ മറ്റേത് മേഖലയിലാകട്ടെ അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി ഇറങ്ങി നിന്ന് മുന്നിൽ നിന്ന് പോരാടാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. അത്തരത്തിലുള്ള വലിയ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി തൊഴിലാളികളെ ഒരുമിച്ച് നിർത്തി അവരെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്താൻ സാധിച്ചൊരു നേതാവും എം ലോറൻസ് ആണ്. 7:45 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കും. തുടർന്ന് അരമണിക്കൂറോളം പൊതുദർശനമുണ്ടാവും. റെഡ് വോളണ്ടിയർമാർ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർ ഈ വീട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ പൊതുദർശനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ ഒരു ചെറിയൊരു പന്തൽ വീടിൻ്റെ മുറ്റത്ത്, അതോടൊപ്പം തന്നെ ഇവിടെ കസേരകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ വീട്ടിന് അകത്തും പുറത്തുമായി റെഡ് വോളണ്ടിയർമാർ ഉൾപ്പെടെ പ്രവർത്തകരെല്ലാം ഉണ്ട്. തങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി അവസാനമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ആ ഒരു പ്രവർത്തനത്തിലാണ്, അല്ലെങ്കിൽ ആ ശ്രമത്തിലാണ് ഇവർ. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. എങ്കിൽ പോലും തങ്ങളുടെ നേതാവ് എന്ന ഒരു അദ്ദേഹത്തിന് വളരെ ഒരു സ്വാധീനം, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ഉൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിനും എന്താവശ്യത്തിനും ഓടിച്ചെല്ലാവുന്ന വ്യക്തി. സാധാരണക്കാരുടെ ഇടയിൽ ഒരുപക്ഷെ ഏറ്റവും തൊഴിലാളി എന്ന നിലയിൽ പലപ്പോഴും മറ്റു പലരും മാറ്റി നിർത്തി, യാഥാസ്ഥികരായ ജനങ്ങൾ മാറ്റി നിർത്തിയിരുന്ന ഈ തൊഴിലാളികളെ തോളിൽ കൈയിട്ട് ഒരുമിച്ച് ചേർത്ത് അവരെ ഒരുമിച്ച് നിർത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവസാനമായി അദ്ദേഹത്തിന് വിട നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം. കൊച്ചിയിലെ തൊഴിലാളികൾ, സാധാരണക്കാരായ ജനങ്ങളെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ലോറൻസ് ചേട്ടനെ അവസാനമായി തന്നെ യാത്രയാക്കാൻ വളരെ സ്നേഹപൂർവ്വം വികാരഭരിതമായ ഒരു യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് മനു. തീർച്ചയായും ഞാൻ തിയോഫിലേക്ക് വരാം. ഏതായാലും
കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ എല്ലാവരെയും പോലെ കയറ്റിറക്കങ്ങൾ ഒരുപാട് ഉള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. ചില ഘട്ടങ്ങളിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾക്ക് വിധേയനായി നിൽക്കുമ്പോൾ പോലും ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ കുറ്റപ്പെടുത്താതെ പാർട്ടിയുടെ പ്രവർത്തന രീതികൾക്ക് കീഴടങ്ങി ജീവിച്ച ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു തന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എം ലോറൻസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ നമ്മൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതിന് ഏറ്റവും അർത്ഥവത്തായത്. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിട്ട് നമുക്ക് കാണിച്ചു തന്ന രാഷ്ട്രീയ നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും.